ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈൻഡ് പിക്സൽ. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എങ്കിലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ഗേൾ ഇൻ ദ ബേസ്മെന്റ് എന്ന സിനിമയാണ്. ഒരു സ്ത്രീക്ക് സേഫായി സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അതേ അവസ്ഥ വീട്ടിലും തുടർന്നാൽ എങ്ങനെയിരിക്കും? സ്വന്തം അച്ഛന്റെ പീഡനം മൂലം 4 തവണ പ്രഗ്നന്റ് ആകേണ്ടി വന്ന ഒരു പെണ്ണിന്റെ കഥയാണിത്. ഈ സിനിമ പോലും പലർക്കും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതെ, എലിസബത്ത് എന്ന പെൺകുട്ടിയെ അവളുടെ അച്ഛൻ 24 വർഷം വീടിന്റെ ബേസ്മെന്റിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ച യഥാർത്ഥ സംഭവമാണിത്. ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഈ വീഡിയോ ഇന്നൊന്നും തീരില്ല. സിനിമയുടെ അവസാനം എലിസബത്തിന്റെ കേസിൽ പോലീസ് എടുത്ത കുറച്ച് ഫോട്ടോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ചെന്ന് കാണുക. അപ്പോൾ പിന്നെ ഫുൾ മൂവി എക്സ്പ്ലെയിനിലേക്ക് പോകാം. സിനിമയുടെ ഫസ്റ്റ് സീനിൽ ഒരു കാറിനെ കാണിക്കുന്നു. കാർ ഡ്രൈവ് ചെയ്യുന്നത് ഒരു മൊട്ടത്തലയനാണ്. അവന്റെ പേര് ഡോൺ. ബാക്ക് സീറ്റിൽ ഒരു ലേഡിയും ആ ലേഡിയുടെ മകളുമുണ്ട്. മകൾക്ക് നേരെ ശ്വാസം വിടാൻ കഴിയുന്നില്ല, ആസ്മയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മകളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണ്. ആ ലേഡി ഡോണിനോട് എന്റെ മോളുടെ അവസ്ഥ അല്പം ക്രിട്ടിക്കലാണ്, കുറച്ചും കൂടി സ്പീഡിൽ പോകാമോ എന്ന് ചോദിക്കുമ്പോൾ ഡോൺ ഈ കാറിന് ഇത്ര സ്പീഡേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്യുകയാണ്. ഒടുവിൽ അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു. ആ ലേഡിയുടെ മകൾക്ക് കൃത്രിമ ശ്വാസം നൽകി ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് 20 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഡോൺ, അവന്റെ ഭാര്യ, പിന്നെ അവന്റെ 2 മക്കൾ എല്ലാവരും ചേർന്ന് അത്താഴം കഴിക്കുകയാണ്. ഡോണിന്റെ മൂത്ത മകളുടെ പേര് ആമി, ഇളയവളുടെ പേര് സാറ. സാറയാണ് ഈ സിനിമയുടെ നായിക. ഫുഡ് കഴിച്ചതിന് ശേഷം സാറ ശരി ഞാൻ ഇറങ്ങട്ടെ, ഇല്ലെങ്കിൽ വൈകും എന്ന് പറഞ്ഞ് എവിടേക്കോ പോകാൻ ഒരുങ്ങുകയാണ്. ഇത് കണ്ട ഡോൺ സാറയോട് എവിടേക്കാണ് പോകുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ സാറ ഇന്നൊരു നൈറ്റ് പാർട്ടി ഉണ്ട്, അതിന് ഞാനിന്ന് പോകുമെന്ന് 2 ആഴ്ചയ്ക്ക് മുമ്പേ അമ്മയോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതിന് ഡോൺ ഈ വീടിന്റെ ഗൃഹനാഥനായ എന്നോട് ഒരു വാക്ക് ചോദിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നിയെന്ന് ധിക്കാരത്തോടെ സാറ മറുപടി പറയുന്നു. അത് കേട്ട് ദേഷ്യത്തിൽ സാറ നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അതുകൊണ്ട് നീ ഇന്ന് എങ്ങോട്ടും പോണില്ല, എന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് ഡോൺ പറയുന്നു. ആമി ഡോണിനോട് അച്ഛാ ഞാൻ വേണമെങ്കിൽ ഇവളെ പാർട്ടിക്ക് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ ആമി നീ മിണ്ടാതിരിക്കെ, ഇവളിന്ന് പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ അവൾ പോകരുത് എന്ന് തറപ്പിച്ചു പറയുന്നു. അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ സാറ അവളുടെ മുറിയിലേക്ക് പോകുന്നു. പക്ഷേ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം സാറ അവളുടെ മുറിയുള്ള ജനാല വഴി താഴേക്ക് ഇറങ്ങി പാർട്ടിയിലേക്ക് പോവുകയാണ്. പുറത്ത് അവളുടെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവന്റെ കൂടെ ഒന്നിച്ച് സാറ പാർട്ടിക്ക് പോകുന്നു. സാറയ്ക്ക് അവളുടെ അച്ഛനെ വെറുപ്പാണ്. പക്ഷേ അവളുടെ അമ്മ എല്ലാ കാര്യത്തിലും സാറയെ സപ്പോർട്ട് ചെയ്യും. ഡോൺ സാറയോട് ദേഷ്യപ്പെട്ടത് കൊണ്ട് അവളുടെ അമ്മ അവളെ സമാധാനിപ്പിക്കാൻ രാത്രിയിൽ മുറിയിലേക്ക് വരുന്നു. പക്ഷെ എത്ര വിളിച്ചു നോക്കിയിട്ടും സാറ മുറി തുറക്കുന്നില്ല. സാറ ഇപ്രാവശ്യം പോകട്ടെ, അടുത്ത പാർട്ടിക്ക് ആരൊക്കെ എതിർത്താലും ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് അമ്മ പറയുകയാണ്. പക്ഷെ അകത്ത് സാറ ഇല്ല എന്ന കാര്യം ഈ അമ്മ അറിയുന്നില്ല. ഇതൊക്കെ കണ്ട് ഡോണും അവിടേക്ക് വരുന്നു. ഡോൺ വന്ന് കതക് മുട്ടി നോക്കുന്നു. പക്ഷെ അപ്പോഴും തുറക്കുന്നില്ല. സാറയുടെ മുറിയുടെ ഒരു സ്പെയർ കീ ഉപയോഗിച്ച് തുറന്നു നോക്കുമ്പോഴാണ് അവൾ തന്റെ വാക്ക് ധിക്കരിച്ച് പാർട്ടിയിലേക്ക് പോയി എന്ന കാര്യം ഡോൺ അറിയുന്നത്. ഇതോടെ ഡോണിന് സാറയോടുള്ള ദേഷ്യം കൂടുന്നു. അതേസമയം മറുവശത്ത് സാറ അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ പാർട്ടി എൻജോയ് ചെയ്യുകയാണ്. അതിനുശേഷം സാറയുടെ ബോയ്ഫ്രണ്ട് അവൾക്ക് വേണ്ടി പാട്ട് പാടുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് സാറ വീട്ടിലേക്ക് എത്തുന്നത് രാവിലെയാണ്. പുറത്ത് ഡോൺ സാറയും കാത്ത് ദേഷ്യത്തിലിരിക്കുന്നു. അതേസമയം സാറയുടെ ബോയ്ഫ്രണ്ട് അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുകയാണ്. ഇത് ഡോൺ കാണുന്നു. സാറ ആരും കാണാതെ ബാക്ക് ഡോർ വഴി അകത്തേക്ക് കയറാമെന്ന് കരുതിയാണ് ബാക്കിലൂടെ വരുന്നത്. പക്ഷേ ഡോൺ കാത്തിരുന്നതും അവിടെ തന്നെയാണ്. ഡോൺ അവളോട് നിന്റെ വരവും പോക്കും എല്ലാം ബാക്ക് ഡോർ വഴിയാണോ? ഞാൻ നിന്നോട് ആ പാർട്ടിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും എന്തിനാണ് ധിക്കരിച്ചു പോയത്? നീ എന്റെ വീട്ടിൽ ഇരിക്കുന്നത് വരെ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതിയെന്ന് ദേഷ്യത്തോടെ പറയുന്നു. അത് കേട്ടതും സാറ എനിക്ക് 18 വയസ്സാകുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും, ആയിക്കഴിഞ്ഞാൽ ഈ വീട് വിട്ട് ഞാൻ ഇറങ്ങും, പിന്നീട് ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി ബെഡിൽ കിടക്കുകയാണ്. ഡോൺ ദേഷ്യപ്പെട്ടതേക്കാളും തന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ രാത്രിയിൽ പാർട്ടി എൻജോയ് ചെയ്തതിനെ ഓർത്ത് സാറ സന്തോഷത്തിൽ കിടക്കുന്നു. അവിടേക്ക് ഇവളുടെ ചേച്ചിയായ ആമി വരികയാണ്. ആമി സാറയോട് ഇന്നലത്തെ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടി എന്ന് ചോദിക്കുന്നു. അടിപൊളിയായിരുന്നെന്ന് അവളും പറയുന്നു. അപ്പോൾ അവിടേക്ക് അവളുടെ അമ്മയും കടന്നു വരികയാണ്. സാറ അമ്മയോട് ഇത്രയും നാൾ എങ്ങനെ ഇയാളെ സഹിച്ചിരിക്കുന്നു? ഞാൻ ഒന്നു മാത്രം പറയാം, എനിക്ക് 18 വയസ്സ് തികയുമ്പോൾ ഞാൻ ഇവിടെ വിട്ടു പോകും. ഇവിടെ നിന്ന് ഫ്ലോറിഡയിൽ പോയി എന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ സന്തോഷമായി ഞാൻ ജീവിക്കും എന്ന് അവരോട് പറയുന്നു. അമ്മയും ചേച്ചിയും സാറയുടെ എല്ലാ കാര്യങ്ങളിലും അവൾക്ക് സപ്പോർട്ടീവാണ്. അതുകൊണ്ട് അവരും സന്തോഷിക്കുന്നു. പക്ഷേ ഇതെല്ലാം പുറത്തുനിന്ന് ഡോൺ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടതും ഡോൺ നേരെ ബേസ്മെന്റിലേക്ക് പോവുകയാണ്. ബേസ്മെന്റിൽ ഇരുന്ന് കുറച്ചു നേരം എന്തോ ചിന്തിച്ചിട്ട് അവിടെയുള്ള ബുക്ക് ഷെൽഫ് നീക്കുന്നു. അകത്തൊരു സീക്രട്ട് റൂം തന്നെയുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ സാറ അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് പോയിരിക്കുകയാണ്. അവളുടെ അമ്മ പുറത്ത് ഷോപ്പിങ്ങിനായി ഇറങ്ങുന്നു. സാറയെ വിളിക്കുമ്പോൾ ഇല്ലമ്മ ഞാൻ ഫോണിലാണ് എന്ന് പറയുകയാണ്. അതിന് അവളുടെ
അമ്മ ആരാ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ശരി, എന്തായാലും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ വീട്ടിലുള്ളത് സാറയും അവളുടെ അച്ഛനും മാത്രമാണ്. ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാറയുടെ അടുത്തേക്ക് ഡോൺ വന്നിട്ട് ഇവിടെ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ എന്നെ ഒന്ന് സഹായിച്ചൂടെ എന്ന് ചോദിക്കുന്നു. ശരി എന്ന് പറഞ്ഞ് സാറയും ഡോണിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു വലിയ ബോക്സ് ഉണ്ട്, അത് ബേസ്മെന്റിൽ കൊണ്ടുവയ്ക്കണം. രണ്ടുപേരും ചേർന്ന് ആ ബോക്സും പിടിച്ച് ബേസ്മെന്റിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് സാറ ഡോണിനോട് ഇന്ന് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അതിന് ഡോൺ ഇപ്രാവശ്യമെങ്കിലും എന്നോട് ചോദിച്ചല്ലോ, ശരി പോയിക്കോ എന്ന് പറയുകയാണ്. ഡോൺ നേരെ ആ ബുക്ക് ഷെൽഫ് മാറ്റി സീക്രട്ട് റൂമിലേക്ക് പോവുകയാണ്. ഇതുപോലെ ഇവിടെ ഒരു സീക്രട്ട് റൂം ഉള്ള കാര്യം ഇത്ര വർഷം ആ വീട്ടിൽ തന്നെ താമസിച്ച ഡോൺ ഒഴികെ മറ്റാർക്കും അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു മുറി ഉണ്ടായിരുന്നു എന്ന് അതിശയത്തിൽ ചോദിക്കുമ്പോൾ അതിന് ഡോൺ ഈ സീക്രട്ട് റൂം ഇതിനു മുമ്പുണ്ടായിരുന്ന ഓണർ ബോംബ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഒരുക്കിയതാണ് എന്ന് അവളോട് പറയുകയാണ്. ഈ സീക്രട്ട് റൂമിനകത്ത് വേറൊരു സീക്രട്ട് റൂം ഉണ്ട്, അവിടേക്കാണ് ഈ ബോക്സ് കൊണ്ടുപോയി വയ്ക്കുന്നത്. ഈ സീക്രട്ട് റൂമിൽ ജനാലകൾ ഒന്നും തന്നെയില്ല, ആകെ ഒരു എയർ വെന്റിലേഷൻ മാത്രമേ ഉള്ളൂ. ഡോൺ സാറയോട് എന്താ ഈ മുറി നിനക്ക് ഇഷ്ടമായില്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി ആ മുറിയുടെ ഡോർ ക്ലോസ് ചെയ്യുകയാണ്. സാറ ഇത് കണ്ട് ഡാഡ് പ്ലീസ് തുറക്ക്, എന്നെ തുറന്നു വിട് എന്ന് പറഞ്ഞ് അലറുകയാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഡോൺ അവിടെ നിന്ന് പോകുന്നു. ഈ മുറി സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് ഇവൾ നിലവിളിക്കുന്ന ശബ്ദമൊന്നും ആർക്കും കേൾക്കില്ല. ആ ഡോറിൽ ഒരു നമ്പർ ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ നമ്പർ ലോക്ക് തുറക്കണമെങ്കിൽ സാറയ്ക്ക് 4 ഡിജിറ്റുള്ള പിന്ന് വേണം. അവൾ റാൻഡമായിട്ട് 3 പ്രാവശ്യം തെറ്റായി അടിക്കുമ്പോൾ അവിടെയുള്ള കറണ്ട് കട്ടാകുന്നു. അതായത് റോങ് പിൻ 3 പ്രാവശ്യം അടിച്ചാൽ കറണ്ട് കട്ടാകുന്നത് പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കടന്നു പോകുന്നു. ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന ആ വലിയ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ ഇവൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എല്ലാം ഇരിക്കുകയാണ്. മുകളിൽ അന്ന് രാത്രി വരെ സാറയെ കാണാഞ്ഞിട്ട് നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് സാറയുടെ അമ്മ പറയുമ്പോൾ ഡോൺ വേണ്ട നമുക്ക് കിടക്കാം, അവൾ രാവിലെ വരും എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം പൂർത്തിയാവുകയാണ്. അടുത്ത ദിവസം ആകുമ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. വീണ്ടും 3 പ്രാവശ്യം റോങ് പിൻ അടിക്കുന്നു, വീണ്ടും കറണ്ട് പോവുകയാണ്. വീണ്ടും അവൾ 3 പ്രാവശ്യം റോങ് പിൻ അടിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കട്ടാവുകയാണ്. അവിടെ ഒരു ടോയ്ലറ്റ് പോലുമില്ല. അവൾ അതിന് അവിടെയുള്ള വേസ്റ്റ് പിന്നാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഡോൺ അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടിട്ട് അവൾ മറിഞ്ഞിരിക്കുന്നു. ഡോൺ കതക് തുറന്നതും ഡോണിനെ തള്ളിയിട്ടിട്ട് അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അവിടെ വേറൊരു ഡോർ ഉണ്ട്, അതും നമ്പർ ലോക്കാണ്. പക്ഷേ പിന്നെ അവൾക്കറിയില്ല. ഡോൺ പെതുക്കെ നടന്നു വന്ന് നീ ഇവിടെ നിന്ന് എന്റെ അനുവാദമില്ലാതെ പുറത്തു കടക്കാൻ കഴിയില്ല. അത് മാത്രമല്ല നീ ഇവിടെ നിന്ന് എത്ര നിലവിളിച്ചാലും നിന്റെ ശബ്ദം ഈ മുറിക്ക് പുറത്തു കടക്കില്ല, കാരണം ഈ മുറി ഒരു സൗണ്ട് പ്രൂഫ് ആണ് എന്നും പറഞ്ഞ് അവളുടെ മുടിയും പിടിച്ച് വലിച്ചുകൊണ്ട് പഴയ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സാറ ഡോണിനോട് ഡാഡ് ഈ റൂമിൽ ഓക്സിജൻ പോലും വേണ്ട അളവിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഡോൺ അവളോട് ഈ മുറിയിൽ ഇലക്ട്രിസിറ്റി ഉള്ളിടത്തോളം കാലം നിനക്ക് ഓക്സിജൻ കിട്ടും. നീ 3 പ്രാവശ്യം റോങ് പിൻ എൻ്റർ ചെയ്താൽ ഈ മുറിയിലുള്ള പവർ ഓഫ് ആകും. അതോടെ ഈ മുറിയിലേക്ക് ഓക്സിജൻ കൊണ്ടുവരുന്ന വെന്റിലേഷൻ സിസ്റ്റവും ഓഫ് ആകും. നീ മണ്ടത്തരം കാണിക്കാതിരുന്നാൽ നിനക്ക് ഇവിടെ ജീവിക്കാം. നിനക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, കാരണം എല്ലാ ദിവസവും ഞാൻ ഇതിന്റെ പാസ്വേഡ് മാറ്റിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. ഇത് കേട്ടതും സാറ ഡാഡി എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും നീ വില കൽപ്പിക്കുന്നില്ല. ഇവിടെയാകുമ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ കഴിയൂ. ഞാൻ കഴിക്ക് എന്ന് പറയുമ്പോൾ നീ കഴിക്കണം, ഞാൻ ഉറങ്ങ് എന്ന് പറയുമ്പോൾ നീ ഉറങ്ങണം. നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ഡോൺ ചോദിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സാറ ഒന്നും പറയാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് കണ്ട് ദേഷ്യപ്പെട്ട ഡോൺ സാറയെ തല്ലിയിട്ട് അവൾ സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ അവിടെ വെച്ച് 18 വയസ്സ് പോലും തികയാത്ത സ്വന്തം മകളെ അയാൾ റേപ്പ് ചെയ്യുകയാണ്. പുറത്തെത്തിയിട്ട് ഡോറിലുള്ള ഗ്ലാസ്സിലൂടെ നോക്കുന്നു. ഇപ്പോൾ സാറയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. അതിനുശേഷം ഡോറെല്ലാം ക്ലോസ് ചെയ്ത് ഡോൺ മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ ഒരു ദിവസം മുഴുവനും സാറയെ കാണാത്തത് കൊണ്ട് അവളുടെ അമ്മ ഒരു പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കുകയാണ്. ആ പോലീസ് ഇപ്പോൾ എൻക്വയറിക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പോലീസ് സാറയുടെ അമ്മയോട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും മേൽ സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് അവളുടെ അമ്മ ഇല്ല എന്ന് മറുപടി പറയുന്നു. സാറയ്ക്ക് ബോയ് ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരോടെല്ലാം അന്വേഷിച്ചു, പക്ഷെ അവരാരും സാറയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് മറുപടി പറയുന്നു. അപ്പോൾ അവിടേക്ക് ഒന്നും അറിയാത്തവനെ പോലെ ഡോൺ വരികയാണ്. ഡോൺ പോലീസിനോട് അവൾ അവളുടെ 18 വയസ്സ് തികയുമ്പോൾ ഇവിടെ നിന്ന് ഫ്ലോറിഡയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതുമാത്രമല്ല അവളുടെ മുറിയിൽ അവളുടെ വസ്ത്രങ്ങളും പിന്നെ ഒരു ട്രാവൽ ബാഗും മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് പോലീസിനെ കൺഫ്യൂസ് ചെയ്യുകയാണ്. അത് കേട്ടതും പോലീസും വിശ്വസിക്കുന്നു. പക്ഷെ അവളുടെ അമ്മ ഇതുവരെ അവളുടെ 18ാമത്തെ ബർത്ത്ഡേ ആയിട്ടില്ല, ഇനി അവൾ പോകുന്നെങ്കിലും എന്നോട് പറയാതെ അവൾ പോകില്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ ആ പോലീസ് ഇല്ല മാഡം, ഇതുപോലെ അനവധി കേസുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്കൊരു ഫോൺ വരും, അത് മിക്കവാറും സാറയായിരിക്കും എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത സീനിൽ സാറയെ കാണിക്കുകയാണ്. അവൾ ആ വെന്റിലേറ്റർ വഴി നിലവിളിക്കുന്നു. പക്ഷേ സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് ഇവളുടെ ശബ്ദം ഈ മുറി വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. തന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയായിരുന്ന ആ സന്തോഷ നിമിഷങ്ങളെ ഓർക്കുകയാണ്. ആ പാർട്ടി കഴിഞ്ഞ് സാറയും അവളുടെ ബോയ് ഫ്രണ്ടും ചേർന്ന് ഇട്ട പ്ലാനാണ് 18 വയസ്സ് കഴിയുമ്പോൾ ഫ്ലോറിഡയിൽ പോകണമെന്ന്. അവിടെ
അടിച്ചു പൊളിക്കണമെന്ന്. അതിനാ ബോയ് ഫ്രണ്ട്, നീ എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ നിനക്കൊരു പിങ്ക് ഹെൽമെറ്റ് വാങ്ങിച്ചു തരാം. അതുമിട്ട് എന്റെ ബൈക്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങാം എന്ന് അവർ സംസാരിച്ച ആ സന്തോഷ നിമിഷങ്ങളെ ഇപ്പോൾ സാറ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം അവളുടെ ബോയ് ഫ്രണ്ട് സാറയെ കാണാത്തത് കൊണ്ട് അവളുടെ വീട്ടിലേക്ക് തന്നെ നേരെ വന്നിരിക്കുകയാണ്. പുറത്ത് ഡോൺ ഉണ്ട്. ആ ബോയ് ഫ്രണ്ടിനെ കണ്ടതും ഡോൺ അടുത്തേക്ക് വരുന്നു. സാറയുടെ ബോയ് ഫ്രണ്ട് അവൾ തിരിച്ചു വരുമ്പോൾ അവൾക്ക് കൊടുക്കാനായി ആ പിങ്ക് ഹെൽമെറ്റ് വാങ്ങി വെച്ചിരിക്കുകയാണ്. അവൾ വന്നോ എന്നറിയാനാണ് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് വന്ന ഡോൺ സാറയെ ഒരു മോശമായ ക്യാരക്ടറായി അവന്റെ മുൻപിൽ ചിത്രീകരിക്കുകയാണ്. അതായത് സാറ അയൽക്കാരനായിരുന്ന സ്റ്റീവിന്റെ കൂടെ ഫ്ലോറിഡയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഇത്ര ക്ലോസ് ആയിരുന്നിട്ടും അവൾ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലേ? ശരി, നീ എന്താ സാറയെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ അവൾക്കൊരു പിങ്ക് ഹെൽമെറ്റ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് കൊടുക്കാൻ വന്നതാണ് എന്ന് പറയുന്നു. അതിന് ഡോൺ, നീ വേണമെങ്കിൽ എന്റെ അടുത്ത് തന്നിട്ട് പോ, അവൾ വരുവാണെങ്കിൽ ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്ന് പറയുന്നു. അത് കേട്ടതും ആ ബോയ് ഫ്രണ്ട്, ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ സങ്കടത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇന്നാണ് സാറയുടെ ബർത്ത്ഡേ. അതുകൊണ്ട് ഒരു ചെറിയ കേക്കും വാങ്ങിച്ച് ഡോൺ ബേസ്മെന്റിലേക്ക് പോകുന്നു. അവിടെ എത്തിയിട്ട് മെഴുകുതിരി അണയ്ക്കാൻ പറയുന്നു. പക്ഷേ അവൾ കേട്ട ഭാവം നടിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഡോൺ അവളോട്, ഈ മുറിയിൽ നമ്മൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ, എനിക്കിവിടെ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതുകൊണ്ട് മര്യാദയ്ക്ക് മെഴുകുതിരി ഊതാൻ പറയുന്നു. നിവൃത്തിയില്ലാതെ അവളും വന്ന് മെഴുകുതിരി ഊതുകയാണ്. അതിനുശേഷം ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു റെഡ് കളർ ഡ്രസ്സ് സാറയ്ക്ക് കൊടുത്തിട്ട് അത് ഇട്ടിട്ട് വരാൻ പറയുന്നു. അവളും പോയി റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു. ശരി, ബർത്ത്ഡേ അല്ലേ, നിനക്ക് എന്താ വേണ്ടതെന്ന് പറ എന്ന് ചോദിക്കുമ്പോൾ സാറ, എനിക്ക് ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കണം എന്ന് പറയുന്നു. അത് സാധിക്കില്ല, വേറെ എന്തെങ്കിലും ചോദിക്ക് എന്ന് പറയുകയാണ്. അവസാനം അവൾ ഒരു ക്ലോക്ക് ചോദിക്കുന്നു. അതിന് ഡോൺ, ക്ലോക്ക് വേണമെങ്കിൽ തരാം, പക്ഷേ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് സാറയുടെ ബർത്ത്ഡേയിലും അവളെ റേപ്പ് ചെയ്യുന്നു. സാറ ആ മുറിയിലായിരുന്നു കൊണ്ട് നരകവേദന അനുഭവിക്കുകയാണ്. അങ്ങനെ സാറ ഇവിടെ എത്തിയിട്ട് 38 ദിവസങ്ങളാകുന്നു. അന്ന് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ഒരു ടിന്നിലെ ഫുഡാണ്. ആ ടിന്നിന്റെ മേലത്തെ ക്യാപ്പ് കുറച്ച് ഷാർപ്പായിരിക്കും. അതുപയോഗിച്ച് ഒരു ആയുധം പോലെ ഉണ്ടാക്കി ഡോണിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. ഡോൺ വന്ന് നോക്കുമ്പോൾ ബർത്ത്ഡേക്ക് സമ്മാനിച്ച ആ ചുവന്ന ഡ്രസ്സും ഇട്ട് അവൾ നിൽക്കുന്നു. കൊള്ളാലോ, നീ എന്റെ വഴിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോൾ സാറ അവളുടെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് ഡോണിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഡോൺ അത് തടഞ്ഞ് അവളെ താഴേക്കിട്ട് ഉപദ്രവിക്കുന്നു. അവളെ മാരകമായി ഉപദ്രവിച്ചതിന് ശേഷം ആ അവസ്ഥയിലും അവളെ വീണ്ടും റേപ്പ് ചെയ്യുകയാണ്. അങ്ങനെ സാറ ആ മുറിയിലെത്തിയിട്ട് 1 വർഷം കഴിയുന്നു. സാറ ഇപ്പോൾ ഗർഭിണിയാണ്. അവൾ ആ മുറി മുഴുവനും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ബ്ലീഡിംഗ് വരുന്നു. ഇവിടെ അവൾക്ക് പ്രസവം നോക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവൾ തന്നെ സ്വയം പ്രസവം നോക്കണം. ഡോൺ അവൾക്ക് പ്രസവം നോക്കുന്നതിനെ കുറിച്ച് ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് വായിച്ച് ആ ബുക്കിൽ ഉണ്ടായിരുന്നത് പോലെയൊക്കെ ചെയ്ത് അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ കുഞ്ഞിന് ആഗ്നസ് എന്ന് പേരിടുന്നു. അങ്ങനെ 4 വർഷങ്ങൾ കഴിയുന്നു. മുകളിൽ സാറയുടെ അമ്മ ഇപ്പോഴും അവളെ ഓർത്ത് സങ്കടത്തിലാണ്. അതേസമയം ബേസ്മെന്റിൽ ആഗ്നസ് ഒരു വലിയ കുട്ടിയായി വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ സാറ വീണ്ടും ഗർഭിണിയാണ്. ഡോൺ അവളെ പലപ്പോഴുമായി റേപ്പ് ചെയ്യുന്നു. ആഗ്നസ് ഒരു പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൊണ്ടുവന്ന് ഡോണിനെ കാണിച്ചിട്ട്, ഇത് അമ്മ, ഇത് അച്ഛൻ, ഇത് ഞാൻ, പിന്നെ ഇതെന്റെ കുഞ്ഞനുജൻ എന്ന് പറയുന്നു. ആ ആഗ്നസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല താൻ അച്ഛനെന്ന് വിളിക്കുന്ന ആളാണ് തന്റെ മുത്തശ്ശനെന്ന്. അതിനുശേഷം മുകളിലെത്തി അവന്റെ ഭാര്യയോടും ആമിയോടും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഡോൺ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും അവന് പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം സാറയുടെ അമ്മ ഡോണിനോട്, പ്രൊമോഷൻ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളുടെ ശമ്പളവും ഉയർന്നു കാണില്ലേ, അപ്പൊ പിന്നെ സാറയെ അന്വേഷിക്കാനായി നമുക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇതിനകം തന്നെ ഫ്ലോറിഡയിലേക്ക് പോയി അവളെ അന്വേഷിച്ച് $5000 ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും സാറയെ അന്വേഷിക്കാൻ ഞാൻ പണം തരില്ല. അവൾ നമ്മളെ വിട്ടുപോയി. നമുക്കിപ്പോൾ ഒരു മകളെ ഉള്ളൂ, അവളാണ് ഈ ആമി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നു. അങ്ങനെ ക്രിസ്മസ് ദിനവും വരുന്നു. ഡോൺ ഒരു ടിവിയും പഴയ കാസറ്റും എടുത്തുകൊണ്ട് ബേസ്മെന്റിൽ വെക്കുകയാണ്. ഇത്രയും വർഷം ഒരു എന്റർടൈൻമെന്റും ഇല്ലാതെ ആ റൂമിൽ അടഞ്ഞു കിടന്നിരുന്ന സാറായിക്കും ആഗ്നസിനും സന്തോഷമാകുന്നു. ആഗ്നസ്, നീ ഇത് കണ്ടോ, ഇതാണ് ടെലിവിഷൻ എന്ന് പറഞ്ഞ് ആ കാസറ്റ് പ്ലേ ചെയ്ത് രണ്ടുപേരും സന്തോഷത്തിൽ കാണുകയാണ്. അങ്ങനെ 7 വർഷങ്ങൾ കഴിയുന്നു. ബേസ്മെന്റിൽ ഇത് സാറയ്ക്ക് രണ്ടാമതായി ജനിച്ച ആൺകുട്ടിയാണ്. ആഗ്നസിന് ശ്വാസമുട്ടലാണെന്ന് തോന്നുന്നു. അവൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അവളുടെ ബോഡി ടെമ്പറേച്ചർ 101 ഡിഗ്രിയാണ്. അവിടേക്ക് ഡോൺ വന്ന് അവൾക്ക് ടാബ്ലറ്റ്സ് കൊടുക്കുന്നു. പക്ഷേ ആ ടാബ്ലറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല, അഡൽട്സിന് കൊടുക്കുന്നതാണ്. ഇക്കാര്യം സാറ ഡോണിനോട് പറയുമ്പോൾ, വീട്ടിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാത്രമല്ല നിനക്കോ അമ്മയ്ക്കും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിന്റെ അമ്മ ഈ ടാബ്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്, ഇത് കൊടുത്താലൊന്നും നിന്റെ കുട്ടികൾ ചത്തൊന്നും പോവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും ആഗ്നസിന് ഇപ്പോൾ രോഗം ഭേദമായിട്ടുണ്ട്. രാത്രിയിൽ കിടക്കുമ്പോൾ ആഗ്നസ് സാറയോട്, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു. അതിന് സാറ അവളുടെ ജീവിതത്തിൽ നടന്ന സംഭവം തന്നെ ഒരു ചെറിയ കഥയാക്കി അവളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ സാറയുടെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുകയാണ്. അവന് സാറയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. അവൾ തന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരുവന്റെ കൂടെ പോവുകയില്ലെന്ന്. അവൻ ഇപ്പോഴും സാറയുടെ വീടിന്റെ പുറത്തുണ്ട്. അതുവഴി പോയ ആമിയോട് അവൻ സംസാരിക്കുന്നു. ആ ബോയ് ഫ്രണ്ട് ആമിയോട്, വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ, സാറയുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ? ആ സ്റ്റീവ് എന്ന പയ്യൻ പറഞ്ഞു പറ്റിച്ചിട്ടായിരിക്കണം സാറയെ കൊണ്ടുപോയത് എന്ന് പറയുന്നു. അത് കേട്ടതും ആമി അതിശയത്തിൽ, സ്റ്റീവോ, അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ബോയ് ഫ്രണ്ട്, നിങ്ങളുടെ അച്ഛനാണ് പറഞ്ഞത് സ്റ്റീവ് എന്ന ഒരു പയ്യന്റെ കൂടെ അവൾ ഒളിച്ചോടി പോയെന്ന്. എന്ത് അറിയാത്തതുപോലെ എന്ന് ചോദിക്കുമ്പോൾ ആമിക്കും ഇപ്പോൾ കൺഫ്യൂഷൻ ആവുകയാണ്. അച്ഛൻ എന്തുകൊണ്ടാണ് ഇവനോട് ഇങ്ങനെ കള്ളം പറഞ്ഞത് എന്ന്. അവളുടെ അച്ഛൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ആമി അവനോട് പറയുന്നു. അത് കേട്ടതും ആ ബോയ് ഫ്രണ്ടിന് സമാധാനമാവുകയാണ്. അവൻ അവളോട്
അവളോട് എനിക്കറിയാം നിങ്ങളുടെ അച്ഛൻ കള്ളമായിരുന്നു പറയുന്നതെന്ന്, പക്ഷേ എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. അതിന് ആമി അതാണ് എനിക്ക് മനസ്സിലാകാത്തത്, ചിലപ്പോൾ തോന്നും എന്റെ അച്ഛനായിരിക്കും അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് സങ്കടത്തിൽ കരയുന്നു. കുട്ടികൾ എല്ലാവരും ബോറടിച്ച് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഒരേ കാസറ്റ് തന്നെ എത്ര പ്രാവശ്യം കാണും. അതുകൊണ്ട് അവരെല്ലാവരെയും സന്തോഷിപ്പിക്കാനായി സാറ അവരുടെ കൂടെ കളിക്കുന്നു. അതേസമയം മുകളിൽ ആമി സാറയുടെ ബോയ്ഫ്രണ്ടിനോട് ഡോൺ കള്ളം പറഞ്ഞ കാര്യം അവളുടെ അമ്മയെ അറിയിക്കുന്നു. അതിന് ഡോൺ അവൻ ഇവിടേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞതെന്ന് പറയുന്നു. അത് കേട്ടതും ആമി നിങ്ങൾ എപ്പോഴെങ്കിലും സാറയെ അന്വേഷിക്കാൻ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോൺ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവളുടെ അമ്മ ദേഷ്യപ്പെട്ട് നിങ്ങൾ പണം തന്നാലും ഇല്ലെങ്കിലും ഞാൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ നിയമിക്കും, ഞാൻ എന്റെ മകളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെയുള്ള പാത്രങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കുന്നു. അപ്പോഴാണ് ആമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇത്രയും നേരം ഡോൺ ഇരുന്ന സ്ഥലത്ത് ബേസ്മെന്റിന്റെ കീസ് എല്ലാം അവിടെ വീണ് കിടപ്പുണ്ട്. മാത്രമല്ല ഡോൺ എപ്പോഴും കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് ബേസ്മെന്റിലാണ്. അതുകൊണ്ട് സംശയം തോന്നി ആമി ആ കീസും എടുത്ത് ബേസ്മെന്റിലേക്ക് പോകുന്നു. ബേസ്മെന്റിൽ ഇറങ്ങി ഓരോ സ്ഥലങ്ങളായി അന്വേഷിക്കുമ്പോൾ അവിടേക്ക് ഡോൺ ഇറങ്ങി വരുന്നു. എന്താ നീ അന്വേഷിച്ചത് ഇവിടെ കിട്ടിയോ എന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുകയാണ്. അവളുടെ കയ്യിൽ നിന്നും ബേസ്മെന്റിന്റെ കീസ് എല്ലാം വാങ്ങി അവളെ അവിടെ നിന്ന് പുറത്താക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ഡോൺ തിരിച്ച് സാറയുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ സാറയ്ക്ക് മൂന്നാമതായി ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ഡോൺ അവളുടെ അടുത്ത് വന്നിട്ട് ഇവനെന്താ പേര് വെക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ തോമസ് എന്ന് മറുപടി പറയുന്നു. ആ കുഞ്ഞിനെ ഡോണിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഡോൺ ആ കുഞ്ഞിനെ എടുത്തിട്ട് ഇവനെ കാണാൻ എന്റെ അച്ഛനെ പോലെ തന്നെയുണ്ട് എന്ന് അവളോട് സംസാരിച്ചിരിക്കുകയാണ്. സാറയെ പൂട്ടിയിട്ടിരിക്കുന്ന ഈ മുറിയിൽ 3 പേർക്ക് ജീവിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇതിൽ 4ാമതായ ഒരു കുഞ്ഞും കൂടി വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് സാറ ഡോണിനോട് ഈ കുഞ്ഞിനെ മുകളിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഡോൺ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ സാറ ഡോൺ ഈ കുഞ്ഞിനെ മുകളിലേക്ക് കൊണ്ടുപോകാനായി ഈ കുഞ്ഞ് ഇവിടെ ഉണ്ടായാൽ എനിക്ക് ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടി വരും, പക്ഷേ നിങ്ങളിത് മുകളിൽ കൊണ്ടുപോയാൽ ആ സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാം എന്ന് പറയുന്നു. അത് കേട്ടതും ഡോൺ ശരിയെന്ന് സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ സാറയുടെ അമ്മ കതക് തുറന്നു നോക്കുമ്പോൾ പുറത്ത് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ മേൽ തന്നെ ഒരു പേപ്പർ ഉണ്ട്. ആ ലെറ്ററിൽ അമ്മ ഞാൻ സാറയാണ്, എനിക്ക് സുഖമാണ്, ഇത് എന്റെ കുഞ്ഞാണ്, പേര് തോമസ്, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇവനെ നോക്കുവാൻ പണമോ സമയമോ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവനെ നന്നായി പരിപാലിക്കുമെന്ന് ഞാൻ കരുതുന്നു, ഒരു ദിവസം ഞാൻ തിരിച്ചു വരും എന്ന് ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കത്ത് വായിച്ചതും സാറയുടെ അമ്മയ്ക്ക് സന്തോഷമാവുകയാണ്. കാരണം സാറ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പായി. ആ സന്തോഷത്തിൽ തോമസിനെയും എടുത്ത് സാറയുടെ അമ്മ അകത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ കുഞ്ഞിന്റെ കൂടെ തന്നെ വേറൊരു ചെറിയ ലെറ്റർ ഉണ്ടായിരുന്നു. അത് സാറയുടെ അമ്മ കാണുന്നില്ല. പകരം ആ ലെറ്റർ കാണുന്നത് ഡോൺ ആണ്. ആ ലെറ്റർ തുറന്നു വായിക്കുമ്പോൾ അതിൽ ഞാൻ സാറയാണ്, ഞാൻ ബേസ്മെന്റിൽ അടഞ്ഞു കിടക്കുകയാണ്, എന്നെ രക്ഷിക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ട ദേഷ്യത്തിൽ ഡോൺ നേരെ ബേസ്മെന്റിലേക്ക് വരികയാണ്. സാറയുടെ അടുത്ത് വന്നിട്ട് നിന്റെ എല്ലാ കാര്യങ്ങളും നടന്നു, പക്ഷേ ഇക്കാര്യം മാത്രം നടന്നില്ല എന്ന് പറഞ്ഞ് ആ ലെറ്റർ എടുത്ത് സാറയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. അതിനുശേഷം സാറയുടെ 18ാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ആ ചുവന്ന വസ്ത്രം കൊടുത്തിട്ട് ഇട്ടിട്ട് വരാൻ ആവശ്യപ്പെടുന്നു. അതെന്തിനായിരിക്കുമെന്ന് ഇതിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടക്കുന്നു. ഏകദേശം ഒരു 14 വർഷം കഴിയുന്നു. ഇപ്പോൾ സാറ 4ാമതായി ഗർഭം ധരിച്ചിരിക്കുകയാണ്. അവളുടെ 1ാമത്തെ മകളായ ആഗ്നസ് ഇപ്പോൾ വളർന്ന് ഒരു ടീനേജ് പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. അകത്ത് വെച്ച് തന്നെ സാറയുടെ 2ാമത്തെ മകന്റെ മുടിയെല്ലാം വെട്ടിക്കൊടുക്കുന്നു. ഡോണും ആ മുറിയിൽ തന്നെയുണ്ട്. ആഗ്നസ് മേക്കപ്പ് ഇട്ട് അവിടെ എത്തി ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. ആഗ്നസിനെ കണ്ട ഡോൺ അവളെയും തെറ്റായ രീതിയിൽ നോക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ സാറ ആഗ്നസ് നീ ഇവിടേക്ക് വാ, ഇനി നീ മേക്കപ്പ് ഇട്ടാൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവളെ വഴക്കുറയുന്നു. എന്നിട്ട് നേരെ ഡോണിന്റെ അടുത്തേക്ക് പോയി നീ എന്റെ മകളെ തൊട്ട് കളിക്കരുത് പ്ലീസ് എന്ന് അവനോട് യാചിക്കുന്നു. അവനും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തെത്തിയതും അവൻ അകത്തുള്ള ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്നു. അകത്ത് ഓക്സിജന്റെ അളവ് കുറയുന്നു. എല്ലാവരും വെന്റിലേറ്ററിന്റെ അടുത്ത് പോയിരുന്ന് ശ്വസിക്കുകയാണ്. അങ്ങനെ 17 വർഷങ്ങൾ കഴിയുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയത്ത് തേകി നിന്ന വെള്ളം ബേസ്മെന്റിലൂടെ ഇറ്റിക്കുകയാണ്. ഇതേ സമയം മുകളിലേക്ക് കൊടുത്തുവിട്ട തോമസിനെ കാണിക്കുന്നു. തോമസ് സാറയുടെ അമ്മയുടെ കൂടെയാണ്. അവൻ നല്ല വലിയ കുട്ടിയായി വളർന്നിട്ടുണ്ട്. അതേസമയം ബേസ്മെന്റിൽ വെള്ളം ചൊരുന്ന ഭാഗം നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ആ ഭാഗം കുത്തിപ്പൊളിക്കുന്നു. അന്ന് രാത്രി മുഴുവനും ഉറക്കമില്ലാതെ കുത്തിപ്പൊളിച്ച് അവിടെ ഒരു വലിയൊരു ഹോൾ ഉണ്ടാക്കുന്നു. അതിലൂടെ ടോർച്ച് പുറത്തേക്കിട്ട് അതുവഴി പോകുന്നവർക്ക് സിഗ്നൽ കൊടുക്കുകയാണ്. അത് അവിടെയുള്ള അയൽക്കാരൻ കാണുന്നു. ഇതുപോലെ ആരെങ്കിലും ലൈറ്റ് കണ്ടാൽ അതെന്താണെന്ന് നോക്കണ്ടേ, അത് നോക്കാതെ നേരെ വീട്ടിലേക്ക് ചെന്ന് ഡോണിനോട് കാര്യം അന്വേഷിക്കുന്നു. അത് കേട്ടതും ദേശത്തിൽ അക്കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഡോൺ ബേസ്മെന്റിലേക്ക് ഇറങ്ങി പോകുന്നു. അവിടെ എത്തി 4ാമതും ഗർഭിണിയായിരിക്കുന്ന മകളെ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അടിച്ച് താഴേക്കിട്ട് അവളുടെ വയറ്റിൽ ചവിട്ടുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഡോൺ ചവിട്ടിയ ചവിട്ടിൽ ആ കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ മരിക്കുന്നു. ഇപ്പോൾ അവൾക്ക് ഒടുങ്ങാത്ത വേദനയുണ്ട്. എങ്ങനെയെങ്കിലും ആ മരിച്ച കുഞ്ഞിനെ പുറത്തെടുക്കണം. ഒടുവിൽ അവൾ പാടുപെട്ട് ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. അന്ന് രാത്രി ഡോൺ വന്ന് ആ മരിച്ചുപോയ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ആരും കാണാതെ കുഴിച്ചു മൂടുന്നു. ഇപ്പോൾ 18 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഡോൺ താഴേക്ക് വന്ന് സാറയോട് വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ ക്ഷീണിതയാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു ദേഷ്യത്തിൽ നേരെ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ്. കുട്ടികളുടെ അടുത്തേക്ക് പോയി മുകളിൽ സാറയുടെ അമ്മയുടെ കൂടെ വളരുന്ന തോമസിനെ കുറിച്ച് ഇവിടെ പൊക്കി പറയുകയാണ്. അവൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, അവൻ നന്നായി ശക്തനായി വളർന്നിരിക്കുന്നു എന്നൊക്കെ ഇവരോട് പറയുന്നു. അത് കേട്ടതും ഈ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവുകയാണ്. ഞങ്ങൾക്കും കളിക്കാൻ പോകണം എന്ന് ഡോണിനോട് പറയുമ്പോൾ അതൊന്നും എന്റെ കയ്യിലല്ല, നിന്റെ അമ്മ പറയുന്നതനുസരിച്ചാൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം എന്ന് പറയുന്നു. അവരുടെ ഇടയിൽ തന്നെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഡോൺ തിരിച്ചു മുകളിലേക്ക് പോവുകയാണ്. അന്ന് രാത്രി ബേസ്മെന്റിലുള്ള കുട്ടികൾ സാറയെ കുറ്റപ്പെടുത്തുന്നു.
ഭയപ്പെടുത്തുന്നു. നിങ്ങൾ ഒരാൾ കാരണമാണ് ഞങ്ങൾ ഇവിടെ അകപ്പെട്ടു പോയത്, ഞങ്ങളെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാൻ അനുവദിക്കേ എന്ന് പറഞ്ഞ് അവർ സാറയോട് ദേഷ്യപ്പെടുകയാണ്. പക്ഷേ സാറ നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നെങ്കിലും അവർക്കത് മനസ്സിലാകുന്നില്ല. ഒടുവിൽ ദേഷ്യപ്പെട്ട് അവിടെയുള്ള എല്ലാ സാധനങ്ങളും സാറ എറിഞ്ഞുടയ്ക്കുന്നു. എന്നിട്ട് അവിടെ കിടന്ന് കരയുകയാണ്. ഇതെല്ലാം കണ്ട് ആ കുട്ടികൾ ഞെട്ടുന്നു. കാരണം തന്റെ അമ്മ ഇത്രയും ദേഷ്യത്തിലിരുന്നതായി അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. സാറയുടെ ഓർമ്മയിൽ ഇപ്പോഴും ആ ബോയ് ഫ്രണ്ട് ആണുള്ളത്. സാറയുടെ അവസ്ഥ മനസ്സിലാക്കി ആ കുട്ടികൾ അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് സാറയെ എഴുന്നേൽപ്പിച്ച് കസേരയിൽ ഇരുത്തുന്നു. രണ്ടുപേരും അവളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇപ്പോൾ അവൾ കുട്ടികളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. കാരണം അവർ തിരിച്ചറിയാനുള്ള വയസ്സായി കഴിഞ്ഞു. തന്റെ സ്വന്തം അച്ഛനാണ് തന്നെ പീഡിപ്പിച്ചതെന്നും ആ അച്ഛന് ജനിച്ച കുട്ടികളാണ് നിങ്ങളെന്നും എല്ലാ സത്യവും അവൾ തുറന്നു പറയുന്നു. അതൊക്കെ കേട്ടതും ആഗ്നസ് ശ്വാസം മുട്ടൽ വന്ന് താഴേക്ക് വീഴുകയാണ്. പക്ഷെ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അത് ശരിയാകുന്നു. അടുത്ത ദിവസം ഡോൺ താഴേക്ക് വന്ന് സാറയോട് അവരെ കളിയാക്കി സംസാരിക്കുന്നു. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ രണ്ടാമത്തെ മകൻ ഇനി എന്റെ അമ്മയെ കുറിച്ച് താൻ ഒറ്റ വാക്കും മിണ്ടരുത് എന്ന് പറഞ്ഞ് ഡോണിനോട് ദേഷ്യപ്പെടുകയാണ്. അതുമാത്രമല്ല ദേഷ്യത്തിൽ ഓടിച്ചെന്ന് ഡോണിനെ അടിക്കുന്നു. ഇതൊക്കെ കൊണ്ട് ദേഷ്യത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുന്ന ഡോൺ ഇക്കാര്യത്തിന് ഓഫ് ചെയ്യാതിരിക്കുമോ? ആ മുറിയുടെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുകയാണ്. വീണ്ടും ഓക്സിജൻ ലെവൽ ആ മുറിയിൽ കുറഞ്ഞു വരുന്നു. ഇത് മാത്രമല്ല അടുത്ത പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഡോണിന്റെ ജോലി തെറിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഒറിജിനൽ ഫാമിലിയെയും സാറയുടെ ഫാമിലിയെയും നോക്കാനുള്ള ചെലവ് ഇനി ഡോണിന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ബേസ്മെന്റിലുള്ള എല്ലാവരെയും കൊല്ലാനായി കാറിന്റെ എക്സോസ്റ്റിൽ ഒരു ട്യൂബ് പിടിപ്പിച്ചിട്ട് അതിന്റെ മറുവശം ബേസ്മെന്റിലേക്ക് പോകുന്ന വെന്റിലേറ്റർ വഴി അകത്തേക്കിടുന്നു. കാരണം എക്സോസ്റ്റ് ഗ്യാസിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അത് ശ്വസിക്കുന്നവർ മരിക്കും. അതായത് ബേസ്മെന്റിലുള്ള എല്ലാവരെയും കൊല്ലാനാണ് ഇപ്പോൾ ഡോൺ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എല്ലാം ചെയ്തതിനു ശേഷം കാർ സ്റ്റാർട്ട് ആക്കുന്നു. ബേസ്മെന്റിൽ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അവർ ഇത് അറിയുന്നില്ല. കാർ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് സാറയുടെ മൂന്നാമത്തെ മകൻ തോമസ് വരുന്നു. അത് കണ്ടതും ഡോൺ കാർ ഓഫ് ആക്കുകയാണ്. തോമസ് വന്ന് ഡോണിനോട് മുത്തശ്ശ എന്തുപറ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. അതൊക്കെ ആയപ്പോൾ ഡോണിന് താനിപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് ഒരു ബോധ്യം വരുന്നു. അതുകൊണ്ട് തോമസിനെ അവന്റെ റൂമിലേക്ക് അയച്ചിട്ട് നേരെ ബേസ്മെന്റിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്നു. എല്ലാവരും ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അവർക്ക് യാതൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ 20 വർഷങ്ങൾ കഴിയുന്നു. മുകളിൽ എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ്. താഴെ ബേസ്മെന്റിൽ ഇപ്പോൾ ആഗ്നസിന് ശ്വാസം വിടാൻ ഒട്ടും കഴിയുന്നില്ല. അവളെ എങ്ങനെയെങ്കിലും ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഡോൺ താഴേക്ക് ഇറങ്ങി വരുന്നു. ഡോണിന്റെ കാല് പിടിച്ചില്ലെന്നേ ഉള്ളൂ. ആഗ്നസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവൾ യാചിക്കുന്നു. കുറച്ചു നേരം കാത്തിരിക്കുന്നു. അവൾക്ക് ശ്വാസമുട്ടൽ ശരിയാകുന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ശരി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് ഡോൺ സമ്മതിക്കുന്നു. സാറയെയും ആഗ്നസിനെയും മാത്രമാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. രണ്ടാമത്തെ മകനെ ആ മുറിയിൽ തന്നെ വെച്ചടയ്ക്കുന്നു. നീ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിന്റെ മകൻ ഇവിടെ കിടന്ന് തന്നെ മരിക്കും എന്ന് വാർണിംഗ് കൊടുത്തിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. അന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവളെ ബേസ്മെന്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവളിപ്പോൾ നിലവിളിച്ചാൽ അവളുടെ അമ്മയും ആമിയും എഴുന്നേൽക്കും. പക്ഷേ ഇപ്പോൾ എങ്ങനെയെങ്കിലും ആഗ്നസിനെ രക്ഷിക്കണം. അതുകൊണ്ട് അവൾ ശബ്ദിക്കുന്നില്ല. അങ്ങനെ ഡോൺ സാറയെയും ആഗ്നസിനെയും തന്റെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സീനാണ് സിനിമയുടെ ഫസ്റ്റ് സീനിൽ കണ്ടത്. ഹോസ്പിറ്റലിൽ കൃത്രിമ ശ്വാസം നൽകി അവളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. സാറയും ഡോണും ആശ്വാസത്തിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു നേഴ്സ് വരുന്നു. ആ നേഴ്സ് അവരോട് ആഗ്നസിന് എത്ര പ്രാവശ്യം ഇതുപോലെ ശ്വാസമുട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു. അതിനെല്ലാം മറുപടി പറയുന്നത് ഡോൺ ആണ്. അവളെ ഞങ്ങൾ ഇങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല, വീട്ടിൽ വെച്ചാണ് എല്ലാം ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ ആ നേഴ്സ് പരിശോധിച്ചതിൽ ആഗ്നസിനെ കുറിച്ച് ഒരു ഡേറ്റാബേസും ഇല്ല. ഇതെന്താണ് ഈ കുട്ടിയെ കുറിച്ച് ഒരു ഡേറ്റയും ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഡോൺ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ശരി സർ, നിങ്ങൾ ഈ ഫോം ഫിൽ ചെയ്യുക, ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ആ നേഴ്സ് ഒരു ഫോം കൊടുത്തിട്ട് പോകുന്നു. ഡോണും അത് ഫിൽ ചെയ്യുകയാണ്. അതേ ടേബിളിൽ ഒരു ഗ്ലാസ് നിറയെ വെള്ളമുണ്ട്. അത് എടുക്കുന്നത് പോലെ സാറ ആ വെള്ളം ആ ഫോമിലേക്ക് ഒഴിക്കുന്നു. ഇത് ഡോൺ കാണുന്നില്ല. ഡോൺ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോം നനഞ്ഞിരിക്കുകയാണ്. ശരി, നീ ഇവിടെ തന്നെ ഇരിക്കെ, ഞാൻ പോയി വേറൊരു ഫോം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഡോൺ റിസപ്ഷനിലേക്ക് പോകുന്നു. ഈ സമയം നോക്കി സാറ ആ നേഴ്സിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. തനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഒറ്റ മാർഗമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് ഡോണും അവളുടെ പുറകെ നടക്കുന്നു. അപ്പോൾ അവളുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, അവിടെ ഒരു പോലീസ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് പോയി തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഇത് കണ്ടതും സംഗതി കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ ഡോൺ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ പോലീസ് അവനെ പിടികൂടുന്നു. ആഗ്നസിന് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു പുതിയ സ്ഥലമാണ്. അത് കണ്ടതും പെട്ടെന്ന് പേടിക്കുന്നു. തൊട്ടടുത്തിരുന്ന് സാറ അവളെ ധൈര്യപ്പെടുത്തുകയാണ്. പേടിക്കേണ്ട മോളെ, നമ്മൾ രക്ഷപ്പെട്ടു. പോലീസ് ഡോണിനെ അറസ്റ്റ് ചെയ്തു. ഇനി ഒന്നിനെയും പേടിക്കേണ്ട എന്ന് പറയുന്നു. ഇപ്പോൾ എല്ലാ ഇൻഫർമേഷനും പോലീസിന് കിട്ടിയതുകൊണ്ട് ബേസ്മെന്റിൽ അടഞ്ഞുകിടക്കുന്ന ആ രണ്ടാമത്തെ ചെക്കനെയും റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തുന്നു. ഇത്രയും വർഷം ബേസ്മെന്റിൽ അടഞ്ഞു കിടന്നിട്ട് പുറത്തു വന്നതുകൊണ്ട് അവന്റെ ബോഡിയും റിയാക്ട് ആകുന്നു. ഇതെല്ലാം സാറയുടെ അമ്മ കണ്ട് കരയുകയാണ്. ഇപ്പോൾ സാറ, ആമി, അവളുടെ അമ്മ 3 പേരും ചേർന്ന് അവളുടെ കുട്ടികൾ പുറത്ത് കളിക്കുന്നതും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബൈക്ക് വരുന്നു. ആ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നത് വേറെ ആരുമല്ല, സാറയുടെ പഴയ ബോയ് ഫ്രണ്ട് ആണ്. ആമിയാണ് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞ് ഈ ബോയ് ഫ്രണ്ടിനെ ഇവിടെ വരുത്തിയത്. അതിനുശേഷം സാറയും ബോയ് ഫ്രണ്ടും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ ആ ബോയ് ഫ്രണ്ട് അവളോട് സോറി പറയുന്നു. എന്തിനാണെന്ന് സാറ അന്വേഷിക്കുമ്പോൾ വർഷങ്ങളായി നിനക്ക് വേണ്ടി കാത്തിരുന്നു എന്നല്ലാതെ നിന്നെ അന്വേഷിച്ചു വന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ബോയ് ഫ്രണ്ട് ഒരു കവർ എടുത്ത് നീട്ടുന്നു. സാറ ആ കവർ തുറന്നു നോക്കുമ്പോൾ അവളുടെ 18ാമത്തെ ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് കൊടുക്കാനായി വെച്ചിരുന്ന ഹെൽമെറ്റ് ആണത്. അത് കണ്ടതും
സാറയ്ക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അവൻ സാറയെയും വിളിച്ചുകൊണ്ട് ഒരു ലോങ് റൈഡ് പോകുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുകയാണ്.